മീഡിയ സ്റ്റോറിയുടെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സിവിൽ സർവീസ് സേവനം എന്നതാണ് എഡിറ്റേഴ്സ് ചോയ്സ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. നമുക്കറിയാം, 2016 ആണ് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്: ഓരോ ഫയലും ഓരോ ജീവിതമാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിയാണ് സർക്കാർ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. ഈ 2026 ആവുമ്പോൾ, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം അവസാനിക്കുമ്പോൾ, ഒട്ടുമിക്ക കാര്യങ്ങളും ഫലപ്രാപ്തി എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം. സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്നതായിരുന്നു സർക്കാർ നയം. അതിനുവേണ്ടി ആദ്യം ചെയ്തത് സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുകയായിരുന്നു. അത് പഞ്ചായത്ത് രജിസ്ട്രേഷൻ, വില്ലേജ്, RTO എന്നിവിടങ്ങളിലൊക്കെ. അതെ, ആധാരങ്ങൾ പോലും സ്വന്തമായി ചെയ്യാൻ കഴിയുക എന്നത് ചെറിയൊരു കാര്യമല്ല. വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം നമുക്ക് ഓൺലൈൻ വഴി മൊബൈലിലൂടെ ലഭ്യമാകുക എന്ന് പറയുന്നത് ആളുകളുടെ സമയലാഭവും ചെറിയ കാര്യമല്ല. അത് ചെറിയല്ല, അതൊക്കെ വലിയ സമയലാഭം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. വീട്ടിലിരുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്മാർട്ട് വന്നത് വലിയൊരു മാറ്റമാണ്. സ്മാർട്ട് കൊണ്ടുവന്ന സർക്കാരിന്റെ വലിയൊരു നേട്ടമായിട്ട് തന്നെ പറയേണ്ടി വരും. അല്ല, ഈ വില്ലേജ് ഓഫീസുകളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിന്റെ കാലാവധി 6 മാസം ഇപ്പൊ 1 വർഷത്തേക്ക് നീട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും 6 മാസം കൂടുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്നതിന് പകരം അവർക്ക് 1 വർഷത്തേക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വില്ലേജിൽ കരം അടയ്ക്കുന്നതും പോക്കുവരവ് ചെയ്യുന്നതിനൊന്നും ഇപ്പം ഓഫീസുകളിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ വലിയ മാറ്റമാണ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വലിയ മാറ്റം തന്നെയാണ് അത്. സ്മാർട്ട് വന്നത് വലിയ വിപ്ലവകരമായ ഒരു മാറ്റം എന്ന് തന്നെ പറയാൻ പറ്റും. അത് ശരിയാണ്. നമുക്കിപ്പോ വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്നതായാലും, ജനന മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായാലും, കെട്ടിടങ്ങളുടെ പെർമിറ്റ്, ഇതിനൊന്നും നമുക്കിപ്പോ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ വീടുകളിലേക്ക് ഓൺലൈൻ ഒറ്റ ക്ലിക്കിൽ എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്ന ഒരു കാലം കൂടിയാണ്. അതൊരു ജനങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ മാറ്റം തന്നെയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ഒരുപാട് പ്രയാസം, ഈ പേപ്പർ വർക്ക്സ് മൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ വ്യവസായികളിലൂടെ നേരിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ മാറി എന്നുള്ളതാണ് വ്യവസായികളുടെ ഭാഗത്തുനിന്നുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതിനെ പ്രശംസിച്ച് ധാരാളം സംരംഭകർ മുന്നോട്ട് വന്നിട്ടുണ്ട് സർക്കാരിന്റെ പ്രവർത്തനത്തിൽ. ജനങ്ങൾക്ക് കിട്ടിയ ഒരു ഗുണകരമായ മാറ്റം എന്ന് പറയുന്നത് അഴിമതിയില്ല, കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നു. വലിയ മാറ്റമാണ്. സുതാര്യത ഉണ്ടാകുന്നു, അഴിമതി ഉണ്ടാകുന്നില്ല, എല്ലാം സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. അത് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു മാറ്റം തന്നെയാണ്. 2016 തുടങ്ങി കുറേയധികം പ്രയാസപ്പെട്ട് കുറേയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ, ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സിവിൽ സർവീസ് നല്ല രീതിയിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനൊപ്പം നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയല്ല. എന്നാൽ കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളും ഇങ്ങനൊന്നും അല്ല. അവിടെ എന്താ നടക്കുന്നത് അറിയാം? കേന്ദ്രത്തില് നിയമനം നടക്കുന്നില്ല, നിയമന നിരോധനമാണ്. ഉള്ള തസ്തികകളൊക്കെ വെട്ടിച്ചുരുക്കുകയാണ്. ഇവിടെ സിവിൽ സർവീസിനെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെ സർക്കാർ ഓഫീസുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയുണ്ടായി, തസ്തികകൾ വർദ്ധിപ്പിച്ചു, പുതിയ നിയമനങ്ങൾ നടത്തി. അതൊക്കെ സർക്കാരിന്റെ വലിയൊരു നേട്ടം തന്നെയാണ്. സർക്കാരിന്റെ വിവിധ പദ്ധതികളുണ്ട്. ആ വിവിധ പദ്ധതികള് വിവിധ വകുപ്പുകൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അവിടെ ഒരു ലാഗിങ് ഉണ്ടാവാതെ ഒരു സൂപ്പർവിഷൻ നല്ല രീതിയിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ വകുപ്പിലെ സിവിൽ സർവീസ് സംവിധാനം നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ഫലമായി അഴിമതി കുറയ്ക്കാൻ സാധിച്ചു. എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടപ്പിലാക്കുവാൻ ഈ സർക്കാരിന് അതുപോലെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഏറ്റവും മികച്ച ഭരണനിർവഹണത്തിനുള്ള അവാർഡ് തുടർച്ചയായി കിട്ടുന്ന കേരളത്തിനാണ്. അതുകൊണ്ട് തന്നെ കേരളമാണ് ഇന്ത്യയിലെ വിസ്മയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യസ് മിറക്കിൾ സ്റ്റേറ്റ്. അതെ, തീർച്ചയായും ഇന്ത്യയുടെ മിറക്കിൾ സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ കേരളം. ആ കേരളം ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നത് ഇവിടുത്തെ സിവിൽ സർവീസിന് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും അങ്ങനെ തന്നെയാവട്ടെ. മറ്റൊരു വിഷയമായി മീഡിയ സ്റ്റോറിയുടെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.